വെൽക്കം ടു ബയോ സൊല്യൂഷൻസ്. ഞാൻ വിപിൻ മാമ്പറ്റ. നമ്മൾ 8ാം ക്ലാസ്സിലെ ബയോളജി ലാസ്റ്റ് ചാപ്റ്റർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. തൊട്ടടുത്ത നെക്സ്റ്റ് ജനറേഷന് ഫോം ചെയ്യുന്ന പ്രൊഡക്ഷൻ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ അല്ലേ, അടുത്ത ജനറേഷന് ഉണ്ടാക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലൈഫിൽ നടക്കുന്ന എല്ലാ ജീവികളിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് റീപ്രൊഡക്ഷൻ. അപ്പോൾ ആ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത്. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ, പിന്നെ അതേപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ 3 ടൈപ്പ്: ബൈനറി ഫിഷൻ, ബഡ്ഡിങ്, അതുപോലെ പിന്നെ സ്പോർ ഫോർമേഷൻ അല്ലേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ 2 ഓർഗാനിസംസ് ഇൻവോൾവ് ആയ റീപ്രൊഡക്ഷൻ പ്രോസസ്സാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടെ തുടങ്ങിയിട്ടിരുന്നു, പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ച്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. റീപ്രൊഡക്റ്റീവ് പാർട്ട്, പ്ലാന്റ്സിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആൻഡ്രീഷ്യം, ഗൈനേഷ്യം അല്ലേ, ആൻഡ്രീഷ്യത്തെക്കുറിച്ചും ഗൈനേഷ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗൈനേഷ്യം. ആ ആൻഡ്രീഷ്യം, ഗൈനേഷ്യം, അവിടെയുള്ള ആ ആൻഡ്രീഷ്യത്തിലും ഗൈനേഷ്യത്തിൻ്റെ ഭാഗങ്ങൾ അല്ലേ, ആൻഡ്രീഷ്യത്തിൽ എവിടെയാണ് മെയിൽ ഗ്യാമേറ്റ് കാണുക അല്ലേ, ഗൈനേഷ്യത്തിൽ എവിടെയാണ് ഫീമെയിൽ ഗ്യാമേറ്റ് കാണുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കഴിഞ്ഞ പീരീഡ് ഒന്നുകൂടെ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഓർക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ക്ലാസ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് വെച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാനുള്ളത്. നമ്മൾ റീപ്രൊഡക്ഷൻ, പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പഠിക്കണം. ആദ്യം ഈ ഫീമെയിൽ ഗ്യാമേറ്റും മെയിൽ ഗ്യാമേറ്റും കാണുന്ന റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗൈനേഷ്യത്തെക്കുറിച്ച്. ഗൈനേഷ്യം എന്ന് പറഞ്ഞാലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനേഷ്യം അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പ്ലാന്റ്സിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ പേരാണ് ഗൈനേഷ്യം. അപ്പോൾ ഒരു ഗൈനേഷ്യത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേപോലെ ഉണ്ടാവാം അല്ലേ. ദ സ്ട്രക്ചർ ഓഫ് ഗൈനേഷ്യം ഇസ് ലുക്സ് ലൈക്ക് ദിസ് വൺ. ഓക്കെ. ഇതിൻ്റെ ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ മുകളിൽ കാണുന്ന ഭാഗമാണിത് സ്റ്റിഗ്മ. ഓക്കെ. ഗൈനേഷ്യത്തിൻ്റെ മുകളിൽ കാണുന്ന ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക, ഈ ഒരു ഭാഗത്തെ നമ്മൾ സ്റ്റിഗ്മ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞാൽ ഈ കാണുന്ന നീളത്തിലുള്ള ട്യൂബ് പോലുള്ള ഭാഗം, അതിൻ്റെ പേരായിരുന്നു സ്റ്റൈൽ. ഓക്കെ. പിന്നീട് താഴെ കാണുന്ന ബൾബ് ലൈക്ക് പാർട്ട്, ദാറ്റ്സ് കോൾഡ് ഓവറി. ഓക്കെ. ഇനി ഓവറിയുടെ ഉള്ളിൽ ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓവറിയുടെ ഉള്ളിലുള്ള ഈ ബാഗ് പോലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഒവ്യൂൾ. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം, ഗൈനേഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം: സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾ. ഓക്കെ. ഇനി ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ആ ഫീമെയിൽ ഗ്യാമേറ്റ് നമ്മൾ വിളിക്കാൻ പേരാണ് എഗ്. ഓക്കെ. ഒവ്യൂളിൻ്റെ ഉള്ളിൽ കാണുന്ന ഫീമെയിൽ ഗ്യാമേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഗ്. ഇത് കൂടാതെ ഇതിൽ വേറൊരു സാധനം ഉണ്ടാവും, 2 ന്യൂക്ലിയസുകൾ. അത് പോളാർ ന്യൂക്ലിയ എന്നാണ് വിളിക്കുക, പോളാർ ന്യൂക്ലിയ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഒരു ഗൈനേഷ്യത്തിൻ്റെ സ്ട്രക്ചറായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഓവറിലുള്ള ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഫീമെയിൽ ഗ്യാമേറ്റ് എഗ് ഉണ്ടാവും. ഈ എഗ്ഗിനെ കൂടാതെ പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞ ന്യൂക്ലിയസുകളും ഉണ്ടാവും. ഇത്രയാണ് എന്ത് നമ്മുടെ സ്റ്റിഗ്മയൊക്കെ വരുന്ന ഗൈനേഷ്യത്തിൻ്റെ സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ ഗൈനേഷ്യത്തിൽ എവിടെയാണ് എഗ് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യമാണ്. അപ്പോൾ ആൻഡ്രീഷ്യം എന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻഡ്രീഷ്യത്തിൽ ഉള്ള ഭാഗമാണ് പോളൻ ഗ്രെയിൻ അല്ലേ. ആൻഡ്രീഷ്യത്തിൻ്റെ ഭാഗമായ ആന്തറിൻ്റെ ഉള്ളിൽ കാണുന്ന സാധനമാണിത് പോളൻ ഗ്രെയിൻ, മലയാളത്തിൽ പൂമ്പൊടി എന്നൊക്കെ പറയുന്ന ഭാഗം.
ഈ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ജസ്റ്റ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ഫെറിക്കൽ സ്ട്രക്ചർ. ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചറാണ്. ഓക്കെ, ഒരു സ്ഫിയർ പോലെ. ഇതിനുള്ളിൽ 2 ന്യൂക്ലിയസ് ഉണ്ടാവും. 2 ടൈപ്പ് ന്യൂക്ലിയസ് ഉണ്ടാവും. ഒന്നാമത്തെ ടൈപ്പിനെ വിളിക്കുന്നവരാണ് ജനറേറ്റീവ് ന്യൂക്ലിയസ്. ജനറേറ്റീവ് ന്യൂക്ലിയസ്. രണ്ടാമത്താണ് ട്യൂബ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ മെയിൽ ഗ്യാമേറ്റ് കാണുക. ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് കേട്ടോ പിന്നീട് മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറുക. നമുക്ക് സ്റ്റെപ്പ് പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം എന്ത് പഠിക്കുക? പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ആന്തർ, ആൻഡ്രേഷ്യം. ഒരു ആൻഡ്രേഷ്യത്തിന് പ്രധാനമായിട്ട് 2 ഭാഗമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഈ ഒരു ഭാഗമാണ് ആന്തർ അല്ലേ, ഇത് ഏതാണ്? ഫിലമെൻറ്റ് അല്ലേ. ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് ഇതുണ്ടാവുക, പോളൻ ഗ്രെയിൻ ഉണ്ടാവുക. ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് ഇതുണ്ടാവുക നമ്മുടെ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? 2 റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഗൈനേഷ്യവും പോളൻ ഗ്രെയിനും. അപ്പോൾ 2നെ കുറിച്ച് കൃത്യമായി മനസ്സിലായല്ലോ. പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പൂമ്പൊടിയാണ്. ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ 2 സാധനങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഒരു ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ഉണ്ടാവും. രണ്ടാമത് മറ്റൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിൻ്റെ പേരാണെന്ത്? ട്യൂബ് ന്യൂക്ലിയസ്. Okay, so that's all about the structure of gynoecium and pollen grain. ഇനി നമുക്ക് റീപ്രൊഡക്ഷനിലേക്ക് വരാം. റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ പോളൻ ഗ്രെയിൻ എവിടെ എത്തണം? സ്റ്റിഗ്മയിലെത്തണം അല്ലേ? സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഇസ് നത്തിങ് ബട്ട് ഇസ് എ റീച്ചിങ് ഓഫ് പോളൻ ഗ്രെയിൻ ഓൺ ദി ഗൈനേഷ്യം. പോളൻ ഗ്രെയിൻ ഗൈനേഷ്യത്തിലെത്തുക. ഗൈനേഷ്യത്തിലെ സ്റ്റിഗ്മയിലാണ് എത്തുക. പോളൻ ഗ്രെയിന് ഗൈനേഷ്യത്തിലെത്തുക എന്നുള്ളതാണ് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സോ ദ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഹൗ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ദാറ്റ് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോളൻ ഗ്രെയിൻ എവിടെ എത്തണം? ഗൈനേഷ്യത്തിലെ സ്റ്റിഗ്മയിലെത്തണം. അപ്പോൾ പോളൻ ഗ്രെയിൻ ഗൈനേഷ്യത്തിലെ സ്റ്റിഗ്മയിൽ എങ്ങനെ എത്തും? എങ്ങനെ എത്തുക? നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് പോളൻ ഗ്രെയിൻ നമ്മുടെ ഗൈനേഷ്യത്തിലെ സ്റ്റിഗ്മയിലെത്തുന്ന പ്രോസസ്സാണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് പോളിനേഷൻ. ഓക്കെ, പോളിനേഷൻ ഓൾറെഡി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ടേമാണ് പോളിനേഷൻ അല്ലേ? അപ്പോൾ പോളിനേഷൻ എന്താണ്? പോളിനേഷൻ നമ്മൾ കൃത്യമായി ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ പോളിനേഷൻ എന്താണ്? പോളിനേഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് പോളൻ ഗ്രെയിൻ റീച്ച് ഓൺ ദി ഗൈനേഷ്യം, റീച്ച് ഓൺ ദി സ്റ്റിഗ്മ ഓഫ് ഗൈനേഷ്യം. പോളൻ ഗ്രെയിന് ഗൈനേഷ്യത്തിലെ സ്റ്റിഗ്മയിലെത്തുന്ന പ്രോസസ്സാണ് എന്ത്? പോളിനേഷൻ. അപ്പോൾ ഈ പോളിനേഷൻ എന്താ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചാണ്. പോളിനേഷൻ 2 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ പോളിനേഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ പോളിനേഷനും ഉണ്ട്. അത് നമ്മൾ വ്യത്യാസം എന്തായിരുന്നു? നാച്ചുറലായി നടക്കുന്ന നമ്മുടെ നേച്ചറിലുള്ള ഏജൻറ്റുകൾ വഴി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബട്ടർഫ്ലൈ അല്ലേ? പോളിനേഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ബട്ടർഫ്ലൈ എന്ത് ചെയ്യുക? ഒരു പൂവിൻ്റെ മുകളിൽ കയറിയിട്ട് തേന് കുടിച്ചു കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യും? ആ പൂമ്പാറ്റയുടെ ബട്ടർഫ്ലൈയുടെ കാലുമേൽ സ്റ്റിക്ക് ചെയ്യും. ആ ബട്ടർഫ്ലൈ പോയിട്ട് വേറൊരു ഫ്ലവറിൽ ഇരിക്കുമ്പോൾ ആ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യും? ആ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് വന്ന് ഫോൾ ചെയ്യും അല്ലേ? അപ്പോൾ ബട്ടർഫ്ലൈയോ ഹണിബിയോ ഇങ്ങനെ ഏതെങ്കിലും നാച്ചുറൽ ഏജൻറ്റിൻ്റെ സഹായത്തോടെ നടക്കുന്ന പോളിനേഷനാണ് എന്ത്? നാച്ചുറൽ പോളിനേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താണ്? നമ്മുടെ മനുഷ്യർ ഹ്യൂമൻ ബീയിങ്സ് ആർട്ടിഫിഷ്യലി നടത്തുന്ന പോളിനേഷനാണ് ഇത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. സോ പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞതുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് മാത്രം പഠിച്ചു വെക്കുക. പോളിനേഷൻ എന്താണ് എന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. സോ വാട്ട് യു മീൻ ബൈ പോളിനേഷൻ? പോളിനേഷൻ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ പോളൻ ഗ്രെയിൻ റീച്ച് ഓൺ ദി സ്റ്റിഗ്മ. പോളൻ ഗ്രെയിന് വന്നിട്ട് എന്ത് ചെയ്യുക? പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴുന്ന പ്രോസസ്സ്. പോളൻ ഗ്രെയിൻ വന്നിട്ട് സ്റ്റിഗ്മയിലേക്ക് വന്ന് ഫോൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പോളിനേഷൻ. Okay, so what do you mean by pollination? Pollination is nothing but it's a process through pollen grain reach on the stigma. Pollen grain സ്റ്റിഗ്മയിൽ എത്തുന്ന പ്രോസസ്സാണ് പോളിനേഷൻ. ഇനി എന്ത് നടക്കുന്നു നോക്കാം. സ്റ്റിഗ്മയിൽ വന്നിട്ട് ഈ ഒരു പോളൻ ഗ്രെയിൻ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു?
ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പോളൻ ഗ്രെയിൻ വന്നിട്ട് സ്റ്റിഗ്മയിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഒരു പോളൻ ഗ്രെയിൻ വന്നിട്ട് സ്റ്റിഗ്മയിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിനിൽ നിന്നും എന്ത് ചെയ്യും, ഒരു ട്യൂബ് പോലുള്ള ഭാഗം പുറത്തേക്ക് വളരും. പോളൻ ഗ്രെയിനിൽ നിന്നും ഒരു ട്യൂബ് പോലുള്ള ഭാഗം പുറത്തേക്ക് വളരും. ഇങ്ങനെ ഇവിടുന്ന് ഒരു ട്യൂബ് പോലൊരു ഭാഗം വളരും. ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് പോളൻ ട്യൂബ്. ഓക്കെ, അപ്പോൾ പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയുടെ മുകളിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ, പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയുടെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ പോളൻ ഗ്രെയിനിൽ നിന്നും ഒരു ട്യൂബ്, ഒരു പ്രൊജക്ഷൻസ്, ഒരു ട്യൂബ് പോലുള്ള ഭാഗം ഫോം ചെയ്യും, ജനറേറ്റ് ചെയ്യും. ആ ഭാഗം എന്ത് ചെയ്യും, ഈ സ്റ്റൈലിലേക്ക് എൻ്റർ ചെയ്യും. Okay, so when pollen grain falls on the stigma, a tube-like structure formed from pollen grain and it grow through style towards ovary. Okay, and that part is called pollen tube. Okay, ഈ ഒരു ഭാഗം എന്ത് ചെയ്യും, പോളൻ ട്യൂബ് ഇങ്ങോട്ട് ഇതിനുള്ളിലേക്ക് വളരും. ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യും, സാധനം താഴേക്ക് ഇങ്ങനെ വളരും. ഈ സ്റ്റൈലിലൂടെ ഈ പോളൻ ട്യൂബ് ഇങ്ങനെ താഴേക്ക് ഗ്രോ ചെയ്യും ടുവാർഡ്സ് ഓവറിയുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ വളർന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഒരു പോളിനേഷൻ കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുക, പോളിനേഷൻ്റെ ഭാഗമായിട്ട് പോളൻ ഗ്രെയിൻ വന്നിട്ട് സ്റ്റിഗ്മയിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യം എന്താണ്, അവിടെ ഇതാണ് നടക്കുക. പോളൻ ഗ്രെയിനിൽ നിന്നും ഒരു ട്യൂബ് എന്ത് ചെയ്യും, പോളൻ ട്യൂബ് എന്നൊരു ഭാഗം ഉണ്ടാവുകയും ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റൈലിലൂടെ എങ്ങോട്ട് വളരും, ഓവറിയുടെ അടുത്തേക്ക് ഇങ്ങനെ താഴേക്ക് വളർന്നു വരും. ഓക്കെ, പിന്നീട് സംഭവിക്കും, നടക്കുക ഈ ഒരു പോളൻ ട്യൂബിലേക്ക് ആര് എൻ്റർ ചെയ്യും, പോളൻ ട്യൂബിലേക്ക് ഈ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും എൻ്റർ ചെയ്യും. സോ ദാറ്റ്സ് എ നെക്സ്റ്റ് സ്റ്റേജ്. അടുത്ത സ്റ്റേജിൽ എന്താ സംഭവിക്കും, ഫസ്റ്റ് സ്റ്റേജിൽ എന്താ വന്നത്, ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റൈലിലൂടെ എന്ത് ചെയ്യും, സ്റ്റൈലിൻ്റെ ഉള്ളിലൂടെ ഈ പോളൻ ട്യൂബ് താഴേക്ക് വളരും. പിന്നെ നടക്കുക ഈ രണ്ട് ന്യൂക്ലിയസും എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും, ഈ പോളൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യും. സോ ബോത്ത് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ് എൻ്റർ ഇൻ ടു പോളൻ ട്യൂബ്. ഓക്കെ, ട്യൂബ് ന്യൂക്ലിയസും അതേപോലെ ജനറേറ്റീവ് ന്യൂക്ലിയസും ഈ പോളൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പോളൻ ട്യൂബിനോടൊപ്പം എന്ത് ചെയ്യും, താഴേക്ക് തന്നെ വരും. ഈ പോളൻ ട്യൂബിനുള്ളിൽ ഈ പോളൻ ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസ് എത്തിക്കഴിഞ്ഞാൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. പോളൻ ട്യൂബിനുള്ളിൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും എത്തിക്കഴിഞ്ഞാൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ വെൻ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ് റീച്ച് ഇൻസൈഡ് ദി പോളൻ ട്യൂബ്, ഈ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും പോളൻ ട്യൂബിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറ്റും. Okay, so when male generative nucleus reach inside the pollen tube, pollen ട്യൂബിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ട്യൂബ് ന്യൂക്ലിയസുകളായിട്ട് മാറും. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ പോളൻ ന്യൂക്ലിയസ് അവിടെ വെച്ച് ഡിസിൻറ്റഗ്രേറ്റഡ് ആവും, പോളൻ ന്യൂക്ലിയസ് അവിടെ വെച്ചിട്ട് ഇല്ലാതാവും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞാൽ പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയുടെ മുകളിൽ വന്ന് ഫോൾ ചെയ്യും ത്രൂ പോളിനേഷൻ. ദാറ്റ് വാസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻ സെക്കൻഡ് സ്റ്റെപ്പ്, ഫ്രം പോളൻ ഗ്രെയിൻ എ പോളൻ ട്യൂബ് ഗ്രോ ത്രൂ സ്റ്റൈൽ ടുവാർഡ്സ് ഓവറി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു പോളൻ ട്യൂബ് പോളൻ ഗ്രെയിനിൽ നിന്നും ഉണ്ടാവുകയും ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യും, നമ്മുടെ ഓവറിക്ക് അടുത്തേക്ക് വളരുകയും ചെയ്യും. കേട്ടോ, ഈ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. മൈക്രോസ്കോപ്പിലൂടെ കാണിക്കാൻ പറ്റും. ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോളൻ ട്യൂബൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓവറി എന്ത് ചെയ്യും, ഓവറില്ല, പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ വീഴും. സെക്കൻഡ് സ്റ്റെപ്പിൽ
ഈ പോളൻ ഗ്രെയിനിൽ നിന്നും പോളൻ ട്യൂബ് എന്നൊരു ഭാഗം എന്ത് ചെയ്യും? ഓവറിയുടെ നേരെ വളരും. അടുത്ത സ്റ്റെപ്പിൽ എന്താ വയ്ക്കും? അടുത്ത സ്റ്റെപ്പിൽ, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും ഈ പോളൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ വയ്ക്കും? ഫോർത്ത് സ്റ്റെപ്പിൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറും. പോളൻ ട്യൂബിനുള്ളിൽ എത്തിയ പോളൻ ന്യൂക്ലിയസ് ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആവും. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഈ 2 മെയിൽ ഗ്യാമേറ്റും, ഇവിടെ ഉണ്ടായ 2 മെയിൽ ഗ്യാമേറ്റും എന്ത് ചെയ്യും? പോളൻ ട്യൂബിലൂടെ വന്നിട്ട് ഓവറിയുടെ ഉള്ളിലെത്തും. ഓക്കെ, സോ ബോത്ത് മെയിൽ ഗ്യാമേറ്റ്സ്, that's the 5th stage. Both male gamete reach inside the ovary through pollen tube. Pollen ട്യൂബിലൂടെ ഈ 2 മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഓവറിയുടെ ഓവ്യൂളിൻ്റെ ഉള്ളിലെത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ സ്റ്റേജ്. ഇനി ആറാമത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? ആറാമത്തെ സ്റ്റേജ് സംഭവിക്കുക, ഈ 2 മെയിൽ ഗ്യാമേറ്റ് എത്തിയിട്ടുണ്ട് അല്ലേ? ആ 2 മെയിൽ ഗ്യാമേറ്റിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും? പ്ലസ് എഗ്ഗ്, ഈ ഒരു മെയിൽ ഗ്യാമേറ്റും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു മെയിൽ ഗ്യാമേറ്റും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യും. അവിടെ എന്തുണ്ടാവും? സൈഗോട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഓക്കെ, സൈഗോട്ട്, മെയിൽ ഗ്യാമേറ്റും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റ് എഗ്ഗും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ആറാമത്തെ സ്റ്റെപ്പിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും? 2 മെയിൽ ഗ്യാമേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റുമായി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായിട്ട് മാറും. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഇനി രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും? ദാറ്റ് ഫ്യൂസ് വിത്ത് ഈ സാധനം പോളാർ ന്യൂക്ലിയെ, fuse with polar nuclei and forms endosperm. Okay, so that was the 6th stage. അപ്പോൾ ആറാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുക? ആറാമത്തെ സ്റ്റേജിൽ ഓവറിയുടെ ഉള്ളിലെത്തിയ മെയിൽ ഗ്യാമേറ്റിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായിട്ട് മാറും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. And the second male gamete fuse with polar nuclei and forms endosperm. Okay, endosperm എന്നൊരു ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ്, ഏഴാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഈ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുകയും ആ എംബ്രിയോ എന്തായി മാറുകയും സെപ്പറേറ്റ് ഒരു ചെടിയായിട്ട് മാറുകയും ചെയ്യും. And this endosperm act as a stored food for the growth of embryo. ഓക്കെ, എംബ്രിയോയുടെ ഗ്രോത്തിന് ആവശ്യമായ സ്റ്റോർഡ് ഫുഡായിട്ട് ആര് മാറും? എൻഡോസ്പേം മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ്റെ 7 സ്റ്റേജുകൾ. ഓക്കെ, ലാസ്റ്റ് എന്താ പറഞ്ഞത്? മെയിൽ ഗ്യാമേറ്റ് എഗ്ഗും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവും. ആ സൈഗോട്ട് എന്തായിട്ട് മാറും? ദാറ്റ് സൈഗോട്ട് ചേഞ്ച് ടു എംബ്രിയോ. ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. ദാറ്റ് എംബ്രിയോ ഡെവലപ്പ് ആസ് എ ന്യൂ പ്ലാന്റ്. ഓക്കെ, ആ എംബ്രിയോ ആണ് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുക. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതർ മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് വിത്ത് പോളാർ ന്യൂക്ലിയേ ആൻഡ് ഫോം എൻഡോസ്പേം. രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് പോളാർ ന്യൂക്ലിയസുമായിട്ട് കൂടി ചേർന്നിട്ട് എൻഡോസ്പേമായിട്ട് മാറും. ആ എൻഡോസ്പേം പിന്നീട് എന്ത് ചെയ്യും? ഈ എംബ്രിയോയുടെ ഗ്രോത്തിന് ആവശ്യമായ സ്റ്റോർഡ് ഫുഡായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ 7 സ്റ്റേജസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ്റെ 7 സ്റ്റേജുകൾ ഇവയാണ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന സംഭവമാണ് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ്റെ 7 സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ ഒന്നുകൂടെ 7 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ എത്തുക അല്ലേ? ദ റീച്ചിങ് ഓഫ് pollen grain on the stigma, that process is called pollination. So that was the first step. First step എന്താണ്? pollen grain reach stigma through pollination. pollen grain stigmയിൽ എത്തുന്നു പോളിനേഷനിലൂടെ. That was the first step. Second step എന്തായിരുന്നു?
പോളൻ ഗ്രെയിനിൽ നിന്നും പോളൻ ട്യൂബ് ഉണ്ടായിട്ട് ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? സ്റ്റൈലിലൂടെ ഓവറിയുടെ നേരെ വളരും അല്ലേ. എ പോളൻ ട്യൂബ് ഈസ് ഫോംഡ് ഫ്രം പോളൻ ഗ്രെയിൻ ആൻഡ് ഗ്രോ ടുവാർഡ്സ് ഓവറി ത്രൂ സ്റ്റൈൽ. ദാറ്റ് വാസ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിലെത്തുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ പോളൻ ഗ്രെയിനിൽ നിന്നും പോളൻ ട്യൂബ് എന്നൊരു ഭാഗം ഉണ്ടാവുകയും ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യും? സ്റ്റൈലിലൂടെ ഓവറിക്ക് നേരെ വളരും. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ലഭിക്കും? തേർഡ് സ്റ്റെപ്പിൽ ഈ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും പോളൻ ട്യൂബിലെത്തും. ഓക്കെ, സോ ബോത്ത് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ് റീച്ച് പോളൻ ട്യൂബ്. ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്? ഫോർത്ത് സ്റ്റെപ്പിൽ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ്സ് ഇൻ ടു 2 മെയിൽ ഗ്യാമേറ്റ്സ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ്. ട്യൂബ് ന്യൂക്ലിയസ് നശിച്ചു പോകും കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പിൽ പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിലെത്തുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റിഗ്മയിലെത്തിയ പോളൻ ഗ്രെയിനിൽ നിന്ന് ഒരു പോളൻ ട്യൂബ് എന്ത് ചെയ്യും? സ്റ്റൈലിലൂടെ ഓവറിക്ക് നേരെ വളരും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ മെയിൽ ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും പോളൻ ട്യൂബിലേക്ക് എത്തും. നാലാമത്തെ സ്റ്റേജിൽ പോളൻ ട്യൂബിൽ വെച്ചിട്ട് പോളൻ ട്യൂബിൽ വെച്ചിട്ട് ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 മെയിൽ ഗ്യാമേറ്റായിട്ട് മാറുകയും പോളൻ ട്യൂബ് ന്യൂക്ലിയസ് ഇല്ലാതാവുകയും ചെയ്യും. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഈ 2 മെയിൽ ഗ്യാമേറ്റ് എവിടെത്തും? ഓവറിലെത്തും ത്രൂ പോളൻ ട്യൂബ്. ആസ് എ ഫിഫ്ത്ത് സ്റ്റേജ്. അഞ്ചാമത്തെ സ്റ്റേജിൽ ബോത്ത് മെയിൽ ഗ്യാമേറ്റ് റീച്ച് ഓവറി ത്രൂ പോളൻ ട്യൂബ്. Okay, so that was the fifth stage. Both male gamete reach ovary through tube nucleus. That was sixth stage. Fifth stage. In sixth stage, ആറാമത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ആറാമത്തെ സ്റ്റേജിൽ ഓവറിലെത്തിയ മെയിൽ ഗ്യാമേറ്റുകളിൽ ഒരു മെയിൽ ഗ്യാമേറ്റ്, one of the male gamete fuse with the egg and form zygote. പോളൻ ട്യൂബിലൂടെ ഓവറിലെത്തിയ മെയിൽ ഗ്യാമേറ്റുകളിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായിട്ട് മാറും. ഓക്കെ, ഈ ഒരു പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ആൻഡ് അതർ മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് വിത്ത് പോളാർ ന്യൂക്ലിയ ആൻഡ് ഫോം എൻഡോസ്പോം. ഓക്കെ, ദാറ്റ് വാസ് സിക്സ്ത് സ്റ്റേജ്. ആറാമത്തെ സ്റ്റേജിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും? ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായി മാറുകയും രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും? നമ്മുടെ പോളാർ ന്യൂക്ലിയയുമായിട്ട് കൂടി ചേർന്നിട്ട് എൻഡോസ്പേം ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ആറാമത്തെ സ്റ്റേജ്. ഇനി ഏഴാമത്തതും അവസാനത്തതുമായ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ഈ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും അല്ലേ. ദ സൈഗോട്ട് ചേഞ്ച് ടു എംബ്രിയോ ആൻഡ് ദാറ്റ് എംബ്രിയോ ഡെവലപ്പ് ആസ് എ ന്യൂ പ്ലാന്റ്. ഓക്കെ, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുകയും ആ എംബ്രിയോ ഒരു സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് മാറുകയും ചെയ്യും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് പ്രോസസ് ദാറ്റ് എൻഡോസ്പേം ആക്ട് ആസ് എ സ്റ്റോർഡ് ഫുഡ് ഫോർ ദ ഗ്രോത്ത് ഫോർ എംബ്രിയോ. അവിടെ എത്തിയ അവിടെ ഉണ്ടായ എൻഡോസ്പേം ഈ എംബ്രിയോയുടെ ഗ്രോത്തിന് ആവശ്യമായ സ്റ്റോർഡ് ഫുഡായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണെന്ത് നമ്മുടെ പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ആദ്യം ഗൈനേഷൻ്റെ സ്ട്രക്ചർ പഠിക്കുക, പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. അത് കഴിഞ്ഞ് എന്ത് പഠിക്കുക? ഈ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിൻ്റെ പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ്റെ 7 സ്റ്റേജുകൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കുക. ഈ ക്ലാസ് കണ്ടിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ കൃത്യമായിട്ടുണ്ടാവും. ഇത് ഭാവിയിൽ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇന്ന് തന്നെ എന്ത് ചെയ്യുക? ഈ ക്ലാസ് കണ്ടിട്ട് 7 സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ആദ്യം ക്ലാസ് ഫുള്ള് കാണാം, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കാണാം, ഇത് മൈൻഡിൽ വെക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് 7 സ്റ്റെപ്സ് ഇങ്ങനെ കൃത്യമായിട്ട് ഓർഡറിലൊന്ന് എഴുതി നോക്കുക. കിട്ടുന്നുണ്ടോ നോക്കുക. അഥവാ കിട്ടുന്നില്ലേ ഒന്നും കൂടെ വീഡിയോ കാണാം, എന്നിട്ട് ഒന്നും കൂടെ എഴുതാം കേട്ടോ. അങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും 7 സ്റ്റേജുകൾ. അപ്പോൾ ആ 7 സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട്
എഴുതി പഠിച്ച് വെക്കുക. നമുക്ക് ഫ്യൂച്ചർ അത് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്ലാന്റ്സിൻ്റെ കേസ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെയിൽസ്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, സോ അതുവരെ ഇറ്റ്സ് മീ വിപിൻ മാബറ്റ. ബൈ.